കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ദാ വരാൻ പോകുന്നു. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി മെയിൻസിന് വേണ്ടി നിങ്ങൾ ഇനി ഒരു 40,000-ഓളം ആളുകളോടാണ് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോവേണ്ടത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു 50 ടോപ്പിക്കുകൾ പറഞ്ഞുതരാം. GK-യിലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്ന കൂടുതൽ വെയിറ്റേജ് ഉള്ള പരീക്ഷയ്ക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ കഴിയാത്ത ടോപ്പിക്കുകൾ 50 എണ്ണം ഞാൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് തരാം. മക്കളെ അതൊന്ന് പഠിച്ചോടാ. അത് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. പരീക്ഷാ പേപ്പറുകൾ ചെയ്തു നോക്കുമ്പോൾ ഭൂരിഭാഗം മാർക്കും ഈ ടോപ്പിക്കുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ടോപ്പിക്കുകൾ സബ്ജക്ട് വൈസ് ആയിട്ട് പറഞ്ഞു തരാം. അവസാനം വരെ കാണാനായിട്ട് ശ്രമിച്ചോ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം. നമ്മുടെ ഡിഗ്രി ലെവലിന്റെ പുതിയ ബാച്ച് നാളെ ഓഗസ്റ്റ് 12-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 8281-2233-661 നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്തോ. മക്കളെ നേരെ നമുക്ക് ടോപ്പിക്കുകളിലേക്ക് പോകാം. ആദ്യത്തേത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിലെ ആ 4 ടോപ്പിക്കുകൾ, പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകൾ ഇവയാണ്. ഒന്നാമത്തത് അറൈവൽ ഓഫ് യൂറോപ്യൻസും കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസും. യൂറോപ്യന്മാരുടെ വരവ് ഒരിക്കലും പരീക്ഷകളിൽ സ്കിപ്പ് ചെയ്യാൻ കഴിയാത്തൊരു ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്ക്. രണ്ട് നോക്കിയേ, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. അങ്ങ് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള ആ ഒരു ചരിത്രത്തിൽ നിന്ന് മിക്കവാറും മാർത്താണ്ഡവർമ്മ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിത്രതിരുനാൾ ചോദിക്കാറുണ്ട്. ഇതിനിടയിലുള്ള രാജാക്കന്മാരെ പറ്റിയിട്ടും സ്ഥിരം ചോദ്യമാണ്. 3, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്. വിവിധ മൂവ്മെന്റുകളെ കുറിച്ചിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, അതേപോലെ തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി നടന്ന കലാപങ്ങൾ, നവോത്ഥാന നായകന്മാർ, വിവിധ സംഘടനകൾ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു മാർക്ക് ഉറപ്പിക്കാം. മറ്റൊന്ന് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരളയാണ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുണൈറ്റഡ് കേരള മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരം ചോദ്യമാണ്. ഈ 4 ടോപ്പിക്കുകൾ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. രണ്ടാമത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 4 ടോപ്പിക്കുകൾ. ഒന്ന് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ആണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 5 പരീക്ഷകൾ എടുത്താൽ 3-ലും വരാറുള്ളതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, മാർക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കാം. ഫോർമേഷൻ ഓഫ് INC സ്വദേശി മൂവ്മെന്റ്. ഈ ടോപ്പിക്കുകളിൽ നിന്നിട്ട് 1885 ഡിസംബർ 28-ന് INC ആരംഭിക്കുന്നത് തൊട്ട് ഇങ്ങോട്ടുള്ള സെഷനുകൾ ഉൾപ്പെടെ എന്ത് ചെയ്യണം, പ്രധാനപ്പെട്ട സെഷനുകൾ ഉൾപ്പെടെ പഠിച്ചു വെക്കുക. സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അവിടെ രാജാറാം മോഹൻ റോയ് മുതൽ ഇങ്ങോട്ട് ഓരോരുത്തരെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും മഹാത്മാഗാന്ധിയും. അത് മഹാത്മാഗാന്ധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയുന്നത് 1915 ശേഷമുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, സ്കിപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വന്നാൽ 3 പ്രധാന ടോപ്പിക്കുകളുണ്ട്. ഒന്ന് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അതായത് രക്തരഹിത വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അവിടുത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ പഠിക്കണം. മറ്റൊന്ന് ഫ്രഞ്ച് റവല്യൂഷനും റഷ്യൻ റവല്യൂഷനും. ചെറിയ ടോപ്പിക്കുകളാണ്, അതുകൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് റിപ്പീറ്റഡ് ആണ്. എല്ലാ പരീക്ഷകളിലും, PSC പരീക്ഷകളിൽ, ഡിഗ്രി മെയിൻസ് പരീക്ഷകളിൽ കാണാൻ കഴിയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത്രയും 11 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഡിഗ്രി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി ഹിസ്റ്ററിയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാതെ പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകൾ. ഇതിൽ നിന്ന് 5 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് അങ്ങ് മാറ്റാൻ പറ്റും. ഇനി ജോഗ്രഫിയിലേക്ക് വന്നാൽ, വേൾഡ് ജോഗ്രഫി എടുത്തോ, അവിടുന്ന് ഒരു 5 ടോപ്പിക്കുകളുണ്ട്. ഒന്ന് എർത്തിന്റെ സ്ട്രക്ചറാണ്, അല്ലെ, വിവിധ സ്ട്രക്ചർ, എർത്തിനകത്തുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും കാമ്പ് എന്താണ്, പുറക്കാമ്പ് എന്താണ്, അകക്കാമ്പ് എന്താണ്, ഡിവിഷനുകൾ എന്താണ്, കൃത്യമായിട്ട് മനസ്സിലാക്കാം. അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്മോസ്ഫിയറിന്റെ ഡിവിഷനുകൾ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കും, അല്ലെ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ. അപ്പൊ അവിടുന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ദെൻ പ്രഷർ ബെൽറ്റ്, വിൻഡ്, വിവിധ വിൻഡുകളെ കുറിച്ചിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ, പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മർദ്ദ മേഖലകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഉത്തരാർദ്ധ ഗോളവും ദക്ഷിണാർദ്ധ ഗോളവും അവിടുത്തെ വിവിധ മർദ്ദ മേഖലകൾ, ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം. ദെൻ ടെമ്പറേച്ചർ ആൻഡ് സീസണുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീസണുകളെ കുറിച്ചിട്ട്, ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സീസൺസ്, വിഷുവങ്ങളെ കുറിച്ചിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്ക് ഉറപ്പിക്കേണ്ട ടോപ്പിക്കാണ്. ദെൻ മാപ്സ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മാപ്സ് ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടോപ്പോഗ്രഫിക് മാപ്സ്. അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈനുകളൊക്കെ നിരന്തരം ചോദ്യമാണ്. അവിടുന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പൊ ഈ 5 ടോപ്പിക്കുകൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് സ്കിപ്പ് ചെയ്യേണ്ട ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും.
ഇനി ഇന്ത്യ കേരള ജോഗ്രഫി മിക്സ് ചെയ്ത് പഠിച്ചാൽ മതി. ഒന്ന് ഫിസിയോഗ്രഫിയാണ്, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഉണ്ട്. അതിൽ തന്നെയാണ് നോർത്തേൺ ഗ്രേറ്റ് മൗണ്ടെയിൻ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റ്, കോസ്റ്റൽ പ്ലെയിൻ ഒക്കെ വരുന്നത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയാണ്. എന്നാൽ കേരളത്തിന്റെ ഫിസിയോഗ്രഫി ഉണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡിവിഷൻ ഉണ്ട്. അതേപോലെ ക്ലൈമറ്റ്, കേരളത്തിന്റെ ക്ലൈമറ്റിനെ കുറിച്ചിട്ടും ഇന്ത്യയുടെ ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കണം. ദെൻ റിവേഴ്സ്, കേരളത്തിലെ റിവേഴ്സിനെ കുറിച്ചിട്ട് 44 നദികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ, അത് പെനിൻസുലാർ റിവേഴ്സ് ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ ഹിമാലയൻ റിവേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ 21 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയി. അടുത്ത ഭാഗം നോക്കിയേ, എക്കണോമിക്സ് ആണ് മക്കളെ. 5 മാർക്കാണ് എക്കണോമിക്സ്. ഞാൻ ഈ ടോപ്പിക്കുകൾ ഇട്ടിരിക്കുന്നതിന്റെ കാര്യം, ഈ ടോപ്പിക്കുകളൊക്കെ മക്കളെ വളരെ ചെറിയ ടോപ്പിക്കുകളാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. വളരെ കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് 6 ടോപ്പിക്കുകൾ പറഞ്ഞു തരുന്നത്. ഈ 6 ടോപ്പിക്കുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, സമയം ഒരുപാട് പോകത്തില്ല. ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് പരമാവധി പുതിയതായിട്ട് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ 2 മണിക്കൂർ മതി അല്ലേ, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ 2 മണിക്കൂർ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ 12 മണിക്കൂർ മതി നിങ്ങൾക്ക് എക്കണോമിക്സ് തീർക്കാനായിട്ട്. ഇനി നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു റിവൈസ് ചെയ്താൽ മതിയെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് തീരും. 6 മണിക്കൂർ കൊണ്ട് 6 ടോപ്പിക്കും വ്യക്തമായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അതിൽ ആദ്യത്തേത് 5 ഇയർ പ്ലാൻ ആണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി മുതൽ 12 വരെ A to Z കാര്യങ്ങൾ പഠിച്ചു വെക്കുക, 1 മാർക്ക് കിട്ടും. 2 ന്യൂ എക്കണോമിക് റിഫോംസ് ആണ്, വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ റിഫോമും അതേപോലെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും LPG കുറിച്ചിട്ടും ഒക്കെയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ച് 1 മാർക്ക് കിട്ടും. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും, പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങി നീതി ആയോഗിന്റെ കമ്പാരിസൺ വരെയുള്ള നിലവിലത്തെ മാറി വന്ന വൈസ് പ്രസിഡന്റും അതേപോലെ തന്നെ നമ്മുടെ നീതി ആയോഗിന്റെ സിഇഒയും ഒക്കെ ഉൾപ്പെടെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക, 1 മാർക്ക് ഉറപ്പാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് പഠിക്കണം. അവിടെ തന്നെ നിങ്ങൾ RBI ഇൻക്ലൂഡ് ആണ് കേട്ടോ. RBI അകത്തുണ്ട്, പഠിച്ചോണം. അതിനടുത്ത് നോക്കിയേ, ഗ്രീൻ റവല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്ക് വളരെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ പഠിച്ചു മാറ്റാനായിട്ട് പറ്റും. അതിനടുത്ത് നോക്കിയാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയടാ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പ്രിയാമ്പിൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും പരീക്ഷയ്ക്ക്? ഒരിക്കലും കഴിയില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അവിടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആ. സപ്രൂവ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വന്നു. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളുണ്ട്. അതിൽ 40ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രൂപീകരണം പറയുന്നു. അതിനെ പിന്നീട് മാറ്റി 73ഉം 74ഉം അമെന്റ്മെന്റുകൾ വന്നു. വളരെ രസകരമായിട്ട് പഠിച്ചു പോകാൻ കഴിയുന്ന പാർട്ടാണ്. ദെൻ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കേരളത്തിലെ CM, ഗവർണർ തുടങ്ങിയ സകലമാന കാര്യങ്ങളും പഠിക്കാം. ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകളെ കുറിച്ച് 42, 44, പിന്നെ 56, അതേപോലെ 61 വളരെ ഇമ്പോർട്ടന്റ്, 86, 91, 73, 74, 24ാമത്തെ അമെന്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോടതിയെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ചോദ്യം ചെയ്ത അമെന്റ്മെന്റ് 24ാം അമെന്റ്മെന്റ് അല്ലേ, വളരെ ക്ലിയർ അല്ലേ. അതായത് ഗോലഖ്നാഥ് കേസുണ്ട് 1967. കോടതി പറയുകയാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് തിരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ആ സമയത്ത് 24ാമത്തെ അമെന്റ്മെന്റ് 1974 പാസ്സാക്കിക്കൊണ്ട് പറയുകയാണ് ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമല്ല ഭരണഘടനയുടെ ഏത് കാര്യവും ഞങ്ങൾ അമെന്റ് ചെയ്യുമെന്ന് പറയുകയാണ്. വളരെ 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 ക്ലിയർ ആയിട്ട്. പിന്നീട് 1973 കേശവാനന്ദ ഭാരതി കേസിൽ കോടതി തന്നെ സമ്മതിച്ചു, ശരി നിങ്ങൾ അമെന്റ് ചെയ്തോ, പക്ഷെ ഞാൻ അവിടെ ഒരു സാധനം കൊണ്ടുവെക്കും, അതിനെ ബേസിക് സ്ട്രക്ചർ എന്ന് വിളിച്ചു. ബേസിക് സ്ട്രക്ചർ അമെന്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ തിരുത്താൻ പാടില്ല. ബേസിക് സ്ട്രക്ചറിനോട് അനുകൂലമായി മാത്രമേ ഭേദഗതികൾ വരുത്താൻ പാടുള്ളൂ എന്ന് ആര് പറയുന്നു? കോടതി പറയുന്നു. അങ്ങനെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പഠിക്കണം. ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചാൽ വേർത്താണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇമ്പോർട്ടന്റ് ആക്ട്സ് നോക്കിയടാ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. ബാക്കിയും പഠിക്കണം, ഇത് ആദ്യം പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് എന്നുള്ള നിലയിൽ തന്ന ആക്ടുകളാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ കെമിസ്ട്രിയിലേക്ക് വന്നാൽ നോക്കിയേ, 3 പ്രധാന ടോപ്പിക്കുകൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററും ഗ്യാസ് ലോസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പീരിയോഡിക് ടേബിളും മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഏതൊക്കെയാണ് മെറ്റൽസ്, ഏതൊക്കെയാണ് പീരീഡ്, മറ്റേ ഗ്രൂപ്പ് ഏതൊക്കെയാണ്, ഗ്രൂപ്പുകളിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, വോളിയം താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനെ അടിപൊളി ടോപ്പിക് ആയിട്ട് ഓരോന്ന് പഠിച്ചോണം. ആസിഡ്സ്, ബേസസ് മറന്നു പോകരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇനി ലൈഫ് സയൻസ് ബയോളജിയിലേക്ക് വന്നാലോ, വൈറ്റമിൻസ്
ഒരു മാർക്ക് ഉറപ്പിക്കാം, ഒരു മാർക്ക്. അടക്ക്, കൊഴുപ്പിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും എന്നൊക്കെ തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചോണം കേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസുകളും അതിന്റെ ഓർഗൻസ് എവിടെയാണ് അഫക്ട് ചെയ്യുന്നത്, അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എന്തൊക്കെയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പഠിക്കാം, സ്കീമുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്കീംസ് കറണ്ട് അഫെയറിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനിയും നോക്കിയ മക്കളെ, ഫിസിക്സ്, മോഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലൈറ്റ്, ലെൻസ്, മിറർ ഇമ്പോർട്ടന്റ് ആണ്. ഫോഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വർക്ക് എനർജി, പവർ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉറപ്പിച്ചോ മക്കളെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ, അവിടെ നോക്കിയേ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് സിമ്പിൾ ആണ്, വളരെ വേഗത്തിൽ പഠിക്കാൻ കഴിയും. ഇന്റർനെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈബർ വ്രോങ്സ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഇത് ഞാൻ നേരത്തെ നമ്മുടെ എക്കണോമിക്സ് ഒക്കെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പഠിച്ചു വെച്ചോ, മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ കുറച്ചുകൂടി സീരിയസ് ആയി, കുറച്ചുകൂടി കാര്യമായി നോക്കേണ്ട ഭാഗമാണ്. ഇവിടെ കുറച്ച് കറണ്ട് അഫെയർ കണക്ട് ചെയ്ത് പഠിച്ചോ. ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ് കറണ്ട് അഫെയറിനെ കണക്ട് ചെയ്ത് പഠിക്കാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കറണ്ട് അഫെയറിൽ കിട്ടും, ഇവിടെയും കിട്ടും. ഒളിമ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് ഒളിമ്പിക്സ് പഠിക്കാം. ദെൻ റൈറ്റേഴ്സും അവരുടെ പെൻ നെയിംസ്, നിക് നെയിം, അവാർഡ് കിട്ടിയവരുടെയൊക്കെ പഠിക്കാം. മലയാളം റൈറ്റേഴ്സുമായി ബന്ധപ്പെട്ട ജ്ഞാനപീഠവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോടാ, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇത്രയും ടോപ്പിക്കുകൾ, അതായത് ഞാൻ ഇവിടെ ഏതാണ്ട് 57-58 ടോപ്പിക്കുകൾ പറഞ്ഞു. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുമ്പം തന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും, നല്ല മാർക്ക് കൂടുന്നത് കാണാൻ പറ്റും. ഓരോ പരീക്ഷകളിലും ഒരു മിനിമം മാർക്ക് നിങ്ങൾ ഉറപ്പായിട്ടും സ്കോർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ അസ്ത്ര ബാച്ച് നമ്മൾ നാളെ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 12-ാം തീയതി നാളെയാണ് ബാച്ച് ആരംഭിക്കുന്നത്. പക്ഷേ ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 തിയറത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ബാച്ചാണ്. അതായത് സ്റ്റഡി, റിവിഷൻ, മോക്ക്, ഇത് 3ഉം കൂടി ചേരുന്ന SRM ടെക്നിക്ക് ഫോളോ ചെയ്യുന്ന ഒരു ബാച്ചാണ്. ഈ ബാച്ചിന്റെ പ്രത്യേകത, ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കണ്ടന്റ് കിട്ടും, അതായത് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കിട്ടും, A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് നോർമൽ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ടോട്ടൽ പഠിക്കുന്നതിന്റെ 40% മാത്രമേ എത്തുള്ളൂ. 40% മാത്രമേ എത്തുള്ളൂ. ഇനി നിങ്ങൾ രണ്ടാമത്തെ പാർട്ട് റിവിഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് തരിക, അതുകൂടാതെ തന്നെ റിവിഷൻ തരിക. ഓക്കെ, റിവിഷൻ ലൈവുകൾ തരിക. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങളൊരു 60% ഇംപ്രൂവ് ആയിട്ട് മാറും. ദെൻ അതിനുശേഷമാണ് നമ്മൾ മോക്ക് എക്സാമുകൾ, ഡെയിലി മോക്ക് വരും. ഓരോ ടോപ്പിക്ക് കഴിയുന്തോറും ഡെയിലി മോക്ക് വരും, വീക്ക്ലി മോക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന നിലവാരം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമുക്ക് അസസ്മെന്റ് ടെസ്റ്റുകൾ, അതായത് ടെസ്റ്റ് സീരീസ് കൂടി ആഡ് ചെയ്ത് തരും, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ആഡ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ 60 എന്നുള്ളത് 80 മുതൽ 90% വരെ ഇംപ്രൂവ് ആയിട്ട് റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിലേക്ക് എത്താനായിട്ട് പറ്റും. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇത് 3ഉം കൂടി ചേരുമ്പോൾ നിങ്ങൾ 100% അങ്ങ് സെറ്റായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഇനിയും പഠിക്കാനായിട്ട് സമയം വെയിറ്റ് ചെയ്ത് ഒന്നും നിൽക്കണ്ട, പഠിച്ചു തുടങ്ങിക്കോ. ബാച്ച് നാളെ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 12-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഓറിയന്റേഷനോട് കൂടിയിട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ അഡ്മിഷൻ എടുക്കാനായിട്ട് മക്കളെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോടാ. ഈ നമ്പറാണ് 8281223366. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പിൻഡ് കമന്റ് കാണും, അതിലൊരു ഗൂഗിൾ ഫോം കാണും, അത് ഫില്ല് ചെയ്തോ. ഇല്ലെങ്കിൽ നേരെ ആപ്പിൽ കയറി പർച്ചേസ് ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം, അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. വളരെ കുറഞ്ഞ ഫീസിലാണ് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. അത് ഇന്നത്തെ മാത്രം ഓഫറാണ്. പെട്ടെന്ന് ജോയിൻ ചെയ്തോ, നമുക്ക് ക്ലാസ്സിൽ കാണാം.